നേരം വെളുത്തപ്പോൾ തന്നെ പണിയുണ്ടെന്നും പറഞ്ഞിട്ട് പണിക്ക് പോയ ആൾ ദേ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ള ഒന്ന് രണ്ടാൾ ലീവാണ്, അതുകൊണ്ട് പണിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്തായാലും പണിയില്ലല്ലോ, വന്ന പാട് നമുക്ക് കുറച്ച് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നല്ല, കുറച്ച് തേങ്ങ ഇടാണ്ട്. അപ്പോൾ ഷീബമ്മയുടെ വീട്ടിൽ പോയിട്ട് തോട്ടി എടുത്തു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ തോട്ടി വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തേങ്ങ ഇടാൻ പോകുന്നത്. കുറച്ച് തേങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ ഏതൊക്കെയോ ഏക്കർ കണക്കിന് തെങ്ങും തോട്ടം ഉണ്ടെന്ന്. ഒന്നുമില്ല കേട്ടോ, ഉമ്മർത്ത് നിൽക്കുന്നത് ഈ ഒരു തെങ്ങുമെന്ന് തേങ്ങ നമുക്ക് കിട്ടണില്ല. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കൂട്ടാൻ അരയ്ക്കാൻ തേങ്ങയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഏട്ടനോട് ഈ ഒരു കോണി ചാരി വെച്ചിട്ട് തേങ്ങ ഇടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണി പെറുക്കി ഒരു 7 തേങ്ങയാണ് മക്കളെ നമുക്ക് കിട്ടിയത്. എന്തായാലും തേങ്ങ അരയ്ക്കാത്ത കറി ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങയ്ക്ക് നമുക്ക് നല്ല ചിലവുമാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ പണിയെടുക്കണത് വീഡിയോ എടുക്കമ്മ എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുപ്പിക്കുകയാണ് എന്നെയും കൊണ്ട്. ആളിത് 2 തേങ്ങ അപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് കൊടുന്നിടുന്നതാണ് കേട്ടോ ഇത്രയും വലിയ പണിയായിട്ട് കാണുന്നത്. എന്തായാലും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണെങ്കിലും അവളത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പം അതിൽ തന്നെ സന്തോഷം. അങ്ങനെ ദേ അവിടെ നിന്ന് ഒരു തേങ്ങ എടുത്തിട്ട് പൊക്കി അടുത്ത തേങ്ങ എടുക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ അച്ഛനോട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അച്ഛൻ അത് എടുത്തു കൊടുത്തു. അങ്ങനെ അത് അവിടെ കൊടുന്നിട്ടു. തിരിച്ച് നമ്മൾ തോട്ടി കൊണ്ടുവന്നാൽ പോരല്ലോ, അതേപോലെ തിരിച്ച് എത്തിക്കണ്ടേ. അതേപോലെ അതേ തിരിച്ച് നമ്മൾ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഷീബമ്മയുടെ വീട്ടിലേക്ക്. തോട്ടി കൊണ്ടുവയ്ക്കാൻ പോയ ഗ്യാപ്പിൽ അവിടെ നിന്ന് 2 മാങ്ങയും കൂടി പൊട്ടിച്ചു കേട്ടോ ഏട്ടൻ. അപ്പം അതേ ഒന്ന് നല്ല പുളിയായിരുന്നു കേട്ടോ. ശ്രീകുട്ടി കടിച്ചിട്ട് ഈ ഒരു കോലത്തിലാക്കിയിട്ട് എൻ്റെ കയ്യിൽ തന്നതാണ്. ഞാനത് കടിച്ച് നോക്കുമ്പോൾ എൻ്റെ അമ്മച്ചിയെ ഒടുക്കത്ത പുളി, എന്നാലും അത് കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 കടി ഞാനും കടിച്ചു. അത് കണ്ടപ്പോൾ നമ്മൾ ശ്രീകുട്ടിക്കും വേണമെന്ന് പറഞ്ഞ് അവളും വാരി വലിച്ചിട്ട് ഒരു കടി കടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഗ്യാപ്പിൽ നമുക്ക് കിട്ടിയ നല്ല പഴുത്ത് മുഴുത്ത 2 മാങ്ങകളുണ്ടായിരുന്നു. അവരെ അങ്ങോട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ നല്ല പുളിമാവാണ് കേട്ടോ, പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ എമ്മാതിരി മധുരമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ മുറിക്കണ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അത്രയും നല്ല അടിപൊളി മാങ്ങയാണ്. ഇതിലൊരിക്കലും പുഴു വരില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു പുളിമാങ്ങയുടെ ഒരു പ്രത്യേകതയാണല്ലോ അത്, പുഴു വരില്ല എന്നുള്ളത്. അപ്പോൾ നല്ല അടിപൊളി മാങ്ങയായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ ചെത്തി പൂണ്ട് വെക്കുകയാണ് കേട്ടോ. മാങ്ങ പൂളുക എന്നാണല്ലോ പറയുകയല്ലേ, ഓരോ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്തായാലും മാങ്ങയൊക്കെ പൂണ്ടെടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു അണ്ടി ഉണ്ടല്ലോ, നമ്മുടെ മാങ്ങാണ്ടി ഇങ്ങനെ ഒന്ന് ഉറിഞ്ചി പിടിച്ചില്ലെങ്കിൽ നമുക്കൊന്നൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ. പണ്ടൊക്കെ മാങ്ങ കിട്ടിയ പാടെ ആ മാവിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ മാങ്ങാണ്ടി വരെ ഫുള്ള് അതുപോലെ ഇങ്ങനെ ചപ്പി കുടിച്ചിട്ടാവും നമ്മളൊക്കെ നടക്കുക. ഇപ്പം നമുക്ക് സമയം കിട്ടുന്നില്ല. ഒന്നാമത് മാങ്ങ പെറുക്കാൻ പോകാൻ അടുത്ത വീട്ടിൽ എവിടെയും മാങ്ങയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ നമ്മളെ കൊണ്ടോട്ട് പോവാനും വയ്യ. പണ്ടത്തെ പോലെ ഇപ്പം എവിടെയും മാങ്ങയില്ല കേട്ടോ. ഇപ്പം എന്തായാലും ഷീബമ്മയുടെ വീട്ടിലുള്ള മാങ്ങ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി. ഒരു മാങ്ങാണ്ടി ഞാൻ കഴിക്കണപ്പോൾ ശ്രീകുട്ടി അടിയായി. അപ്പം അടുത്ത മാങ്ങാണ്ടി അവൾക്കും കൊടുത്തു കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.